റിപ്പോർട്ട് ബിഗ് ഇമ്പാക്ട്. ശബരിമലയിൽ തിരക്ക് മൂലം ദർശനം ഒഴിവാക്കിയ 17 പേർക്കും ദർശനം ഉറപ്പാക്കും. റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് നടപടി. ADGP S. ശ്രീജിത്ത് ഇടപെട്ടാണ് ദർശന സൗകര്യം ഒരുക്കുന്നത്. വിവരങ്ങളുമായി ഗോകുൽനാഥുണ്ട്. ഗോകുൽ, ഭക്തരെ കണ്ടുവോ? നമ്മളുടെ വാർത്തയെ തുടർന്ന് അവർക്ക് ദർശനത്തിനുള്ള അവസരം ലഭിച്ചു എന്നുള്ള വിവരം അറിയിച്ചുവോ? കണ്ടിട്ടുണ്ട്. ഗോകുലുണ്ട്. ഗോകുൽ, ഇപ്പോൾ വളരെ സന്തോഷകരമായ ഒരു കാര്യം, സന്നിധാനത്തെത്തി ദർശനം നടത്തി അവർക്ക് കന്യയ്യപ്പൻ നിൽക്കുന്നു. ആ കന്യയ്യപ്പനടക്കം ദർശനം നടത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അവരെ അറിയിച്ചോ? ആ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാൻ നമുക്ക്. അവര് കുറച്ച് ഹാപ്പിയായോ? സങ്കടപ്പെട്ടാണ് അവർ മലയിറങ്ങിയതെങ്കിലും. അരുണെ, തീർച്ചയായിട്ടും അവരെല്ലാം ഹാപ്പിയാണ്. അവരെല്ലാം നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് എത്തിയിട്ടുണ്ട്. ആംബുലൻസ് സംവിധാനത്തിലാണ് ഇപ്പോൾ നിലവിൽ അവരെ പമ്പയിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്നുള്ളത്. അമ്മേ, സന്തോഷമായോ? സന്തോഷമായി. പക്ഷെ അങ്ങോട്ട് നമ്മൾക്ക് കൊണ്ടുപോയാലേ പറ്റൂ, അല്ലെ വയ്യാത്തതുകൊണ്ട്. അപ്പൊ എന്തായാലും വാർത്ത എല്ലാവരും കണ്ടു. ആ വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതിന് എല്ലാം സന്തോഷമുണ്ട്. നമുക്ക് അയ്യപ്പനെ കാണാൻ പറ്റിയതിൽ. രാവിലെ അമ്മയൊക്കെ കരയുമായിരുന്നു. ഇപ്പൊ സന്തോഷമായോ? സന്തോഷമായി. ആ കന്യയ്യപ്പൻ എങ്ങനെയാ ശരണം വിളിക്കുന്നതെന്ന് ചോദിച്ചേ ഗോകുൽ. സ്വാമിയേ ശരണയ്യപ്പോ, സ്വാമിയേ ശരണയ്യപ്പോ, ഗോകുലെ രാവിലെ അവര് സങ്കടത്തിലായിരുന്നു. പക്ഷെ ആ സങ്കടമൊക്കെ ഒന്ന് മാറി. കാരണം ഇനിയിപ്പോ അവർക്ക് സന്തോഷത്തോടു കൂടി മല ചവിട്ടാനുള്ള ഒരു ഭാഗ്യം കൂടി ഒത്തിരിക്കുകയാണെന്നുള്ളതാണ്. വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇവിടെ നിലവിൽ ഇപ്പോൾ ഇവരുള്ളത്. എന്തായാലും അല്പസമയത്തിനകം ഇവരെ ഇവിടെ നിന്ന് നേരെ ശബരിമല ദർശനത്തിനായി ആംബുലൻസിൽ തന്നെ എത്തിക്കുന്നുള്ളതാണ്. സന്നിധാനത്തേക്ക് എത്തിക്കുവാറുണ്ട്. ഓക്കെ ഗോകുൽ, അവര് എനിക്കൊന്ന് ടെലിഫോൺ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു എന്ന്. അവര് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അവർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള സംവിധാനം കൂടി ഒന്ന് ഏർപ്പാടാക്കി കൊടുത്തോളൂ. കൊച്ചുകുട്ടി അടക്കമുണ്ട്. അവർ ഇന്നലെ എത്തിയതാണ് ദർശനത്തിനായിട്ട്. നമ്മളുടെ വാർത്തയെ തുടർന്ന് ADGP S. ശ്രീജിത്ത് അവർക്ക് ദർശനം നൽകാനായിട്ട് പ്രത്യേക നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഒരാൾ പോലും ശബരിമലയിലെത്തി തൊഴാൻ പറ്റാതെ മടങ്ങരുത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൽ എത്തിയിരിക്കുന്ന നിലപാട്. ADGP S. ശ്രീജിത്ത് അതിനുള്ള പ്രത്യേക സൗകര്യമൊരുക്കി കൊല്ലത്ത് നിന്നുള്ളവരാണ്. ഗോകുൽ, അവരോടൊന്ന് ചോദിച്ചോളൂ, ഭക്ഷണമൊക്കെ കഴിച്ചോ? വെള്ളമൊക്കെ കുടിച്ചോ? ആ കുഞ്ഞിന്റെ ശബ്ദമൊക്കെ ഇടറിയിരിക്കുന്നു. ഇന്നലെ രാത്രി മുഴുവൻ അവിടെ ഈ വരി നിൽക്കുകയായിരുന്നല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നോ? ഞാനിപ്പോ ഇവിടെ നിന്നൊരു പഴം മേടിച്ച് കഴിച്ച്. ഞാനല്ലാതെ ഭക്ഷണം എടുക്കില്ല. വെള്ളമൊക്കെ കുടിച്ച് പ്രത്യേകിച്ച് ഭക്ഷണം എന്തെങ്കിലും ഒരുക്കണോ എന്ന് ചോദിക്കും. കുട്ടിയൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ എല്ലാവർക്കും എന്തെങ്കിലും ഒരുക്കണോ? വേണ്ട. നമുക്ക് അയ്യപ്പനെ കണ്ട് മറ്റുള്ളവർ അവിടെ നിൽക്കുകയാണ്. മറ്റുള്ളവർ പോയി ഇറങ്ങി വന്നവരെ നമ്മളെ കാത്തു വെക്കണം. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തിരക്കിനിടയ്ക്ക് അമ്മയുടെ കയ്യും ഒക്കെ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുമെന്നറിയില്ല. കൈയൊക്കെ വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം കയ്യിലൊക്കെ രക്തം കട്ട പിടിച്ച അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ തിരക്കിനിടയ്ക്ക് നിന്നിട്ട് ആളുകൾ തിങ്ങിക്കൂടിയപ്പോൾ ഞെരുങ്ങിയ അവസ്ഥയാണ്. അവിടെ നമ്മള് കൈയിന്റെ ഇവിടെ ഞെരുങ്ങി ചത്തുപോയെന്ന് വിചാരിച്ച് സത്യം സഹിക്കാൻ പറ്റാതെ അയ്യപ്പനെ വിളിച്ചുപോയി. പിന്നെ ആ ഞെരുക്കിൽ തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങി കയറാൻ പറ്റാതെ. പിന്നെ നമ്മളെ അവിടെ സാറന്മാര് കേറ്റാതെ ഒതുക്കി വെച്ചായിരുന്നു. സന്നിധാനത്ത് ആശുപത്രി ഉണ്ട്. അപ്പൊ ഇവിടെ ഈ കൈയൊക്കെ ഒന്ന് കാണിക്കണം. കാരണം കയ്യിലൊക്കെ വലിയ രീതിയിൽ കല്ലിച്ച് കിടക്കുകയാണ് രക്തം. അതിന് കുഴപ്പമില്ല. അയ്യപ്പനെ ഒന്ന് കണ്ട നമുക്ക് തൊഴുതൊന്ന് ഇറങ്ങിയാൽ മതി. വലിയ സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചെയ്തൊരു വാർത്ത, ആ വാർത്ത വലിയ രീതിയിൽ തന്നെ ആളുകൾ കാണുക, അതിനകത്തേക്ക് വലിയ സന്തോഷം അവർക്ക് തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നുള്ളത്. മാത്രമല്ല ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇന്നലെ കാര്യങ്ങളൊക്കെ കുറച്ച് കൈവിട്ടു പോയെങ്കിലും ADGP S. ശ്രീജിത്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കാര്യങ്ങൾ ഇന്ന് വളരെ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. വലിയ തിരക്ക് ഉണ്ടായിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. നമ്മുടെ വാർത്ത കണ്ട് S. ശ്രീജിത്ത് ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു അനുകൂലമായ തീരുമാനമെടുത്തിട്ടുണ്ട്. നല്ല കാര്യം. കന്യയ്യപ്പനടക്കം വന്നവരാണ്, പ്രായമേറിയ മനുഷ്യരല്ലേ. അവരുടെ എത്ര കാലത്തെ സ്വപ്നങ്ങളാണ് ഒന്ന് അയ്യനെ കണ്ടിട്ട് വരണം. കുറേ ദിവസങ്ങളായിട്ട് തന്നെ അവർ കാത്തിരിപ്പായിരിക്കും. എന്തായാലും ശബരിമലയിൽ എത്തുന്ന ഏതൊരു ഭക്തനും ദർശനം നടത്തി തിരിച്ചു പോരാവുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് എന്ന് നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞു. ആർക്കെങ്കിലും അങ്ങനെ തിരിച്ചു പോരേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും. ഇവർ സ്പോട്ട് ബുക്കിങ്ങിലൂടെ വന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരമാവധി വെർച്വൽ ബുക്കിങ്ങിലൂടെ തന്നെ വരിക. സ്പോട്ട് ബുക്കിംഗ് 20,000 പേരിലേക്ക് ഒതുക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗോകുലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ കന്യയ്യപ്പൻ്റെ സങ്കടമൊക്കെ കണ്ടപ്പോൾ ശ്രീജിത്ത് ADGP അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയായിരുന്നു. അങ്ങനെ സന്നിധാനത്തേക്ക് ഇപ്പോൾ അവർക്ക് പോകാൻ പറ്റും. പമ്പയിൽ വരെ ആംബുലൻസ്
ആംബുലൻസിലെത്തിക്കും. അതിനുശേഷം അവിടെ നിന്ന് സന്നിധാനത്തേക്ക് പോകാൻ ഉള്ള സൗകര്യം അവർക്ക് ഒരുക്കി കൊടുക്കും. ഉച്ചയോടുകൂടി അവർക്ക് ദർശനം നടത്തി തിരിച്ചു മടങ്ങി വരാൻ പറ്റും. അയ്യനെ കണ്ട് സന്തോഷത്തോടു കൂടി മടങ്ങട്ടെ. അല്ലെങ്കിലും പൂങ്കാവനത്തിൽ ഇത്തിരി കണ്ണീര് വീഴുമ്പോൾ ഒരു സങ്കടമുള്ളൊരു കാര്യമാണ് അല്ലേ?